بسم الله الرحمن الرحيم وإن خفتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم ذلك أدنى ألا تعولوا وآتوا النساء صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اهتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا رسلا من قبلك وجعلنا لهم أزواجا وذرية وما كان لرسول أن يأتي بآية إلا بإذن الله لكل أجل كتاب يمحو الله ما يشاء ويثبت وعنده أم الكتاب. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا من إليه النظر في النكاح وليت أمر الناس للإصلاح إياك والتفريط كم مسكين قد صار مذبوحا بلا سكين فاهتم أنت في الدين لصلاحي واحذر عن اللقاء في الصفاح. يا رب صل على من هل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും വിവാഹം ജീവിതവും നിയമങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു 5 ദിവസം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മഹാന്മാരായ സജ്ജനങ്ങളായ പണ്ഡിതന്മാരുടെ ജീവിത ചരിത്രങ്ങളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ
പഠിപ്പിച്ച നിയമങ്ങളും ഉൾപ്പെടുത്തി സംസാരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു ഇത് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിവാഹം കഴിച്ചവരും ഇനി കഴിക്കാനുള്ളവരും അതുപോലെ കഴിച്ചു ശേഷം ഭാര്യമാര് നഷ്ടപ്പെട്ടവരും ഭർത്താക്കന്മാര് നഷ്ടപ്പെട്ടവരും എല്ലാവരും കേൾക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ നിക്കാഹുമായി ബന്ധപ്പെട്ടത് ഉണ്ട്, വിവാഹവുമായി ബന്ധപ്പെട്ടതുണ്ട്. അതുപോലെ പള്ളിയിലെ ഖതീബുമാർ, ഖാദിമാർ, മുതഅല്ലിമീങ്ങൾ, അതുപോലെ നാട്ടിലെ കൈകാര്യകർത്താക്കളായ മഹല്ല് ജമാഅത്ത് ഭാരവാഹികൾ, അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിലുള്ള എല്ലാ ആളുകൾക്കും ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കൽ അനിവാര്യമായ ഒരു വിഷയമാണ് വിവാഹം എന്നത്. മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി 1000-ഓളം പദ്യങ്ങൾ നിക്കാഹിന്റെ നിയമങ്ങൾ വിവരിച്ചുകൊണ്ട് ജീവിതകാലത്ത് ചൊല്ലുകയുണ്ടായി. ആ പദ്യത്തിന്റെ തുടക്കത്തിൽ തന്നെ മഹാനവറുകൾ പറഞ്ഞു, അഹ്മദു റബ്ബി ഹല്ലലൻ നികാഹ ഫീ ദീനിനാ വഹറമ സിഫാഹ. എന്റെ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. ഹല്ലലൻ നികാഹ, അവൻ വിവാഹം അനുവദിച്ചിരിക്കുന്നു. ഫീ ദീനിന, നമ്മുടെ മതത്തിൽ. വഹറമ സിഫാഹ, വ്യഭിചാരം അവൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ കുറേയേറെ വിഷയങ്ങൾ അവിടുത്തെ പദ്യശകലത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു, യാമൻ ഇലൈഹിൻ നളറു ഫിൻ നികാഹി ഉല്ലീത അംറൻ നാസി ലിൽ ഇസ്ലാഹി. നിക്കാഹിന്റെ വിഷയത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും അതിന്റെ വിഷയം കൈകാര്യം ചെയ്യാനും അധികാരം നൽകപ്പെട്ട വ്യക്തികളോട് മഹാനവറുകൾ പ്രത്യേകിച്ച് പറഞ്ഞു, ജനങ്ങളുടെ നന്മയാണ് നിന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ഉത്തരവാദിത്വ ബോധം നിനക്കുണ്ടാകണം. ഇയ്യാക വത്തഫരീഖ കം മിസ്കീനി ഖദ് സാറ മദ്ബൂഹൻ ബിലാ സിക്കീനി. എത്ര സാധുക്കളാണ് നിക്കാഹിന്റെ വിഷയത്തിൽ കത്തിയില്ലാതെ അറുക്കപ്പെട്ടവരായി പോയത്. കത്തി കൊണ്ടല്ല അവരെ അറുത്തത്, മറിച്ച് വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അറുക്കപ്പെട്ടവരെ പോലെ ആയിപ്പോയ എത്രയെത്ര ആളുകളുണ്ട്. അതുകൊണ്ട് ഫഹ്തമ്മ അൻ തഹ്ദീഹി മിൻ സലാഹി വഹദർ അനിൽ ലിഖാഇ ഫിസ്സിഫാഹി. ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ നീ പ്രാമുഖ്യം നൽകി പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആരും തന്നെ വ്യഭിചാരത്തിൽ ഉൾപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുല്ലും മിനർ റുആത്തി അംറായ യുസ്അലു വൽ ഖൗമാതു അൻ ഖളായ. ഏത് വിഷയത്തിലും അധികാരം നൽകപ്പെട്ടവർ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, അതുപോലെ ഖാദിമാർ, അവരൊക്കെ അവരുടെ തീരുമാനങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഫലായകുൻ വഹബാലുഹും അലൈക തസാഹുലൻ ഫീ നദരി മാ ഇലൈക. നിനക്ക് അധികാരമുള്ള വിഷയം, നീ കൈകാര്യം ചെയ്യേണ്ട വിഷയം, നീ കൈകാര്യം ചെയ്യാൻ നിനക്ക് ഏൽപ്പിക്കപ്പെട്ട വിഷയം, അതൊന്നും തന്നെ നീ നിസ്സാരമായി കാണുകയും
അതിന്റെ ഭവിഷ്യത്തുകൾ മറ്റുള്ളവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന ചുറ്റുപാട് ഉണ്ടാകരുത്. ലഖദ് റുവി ഫിന്നാരി ഖാളിയാനി വജന്നത്തിൻ ഖാളിൻ ഫകുൻ മിൻസാനി. രണ്ട് ഖാളിമാർ നരകത്തിലാണ്, ഒരു ഖാളി സ്വർഗത്തിലുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖാളിമാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതേസമയത്ത് മനസ്സിലാക്കാതെ വിധിക്കുകയോ കാര്യങ്ങൾ ഗ്രഹിക്കാതെ തീരുമാനമെടുക്കുകയോ ചെയ്താൽ ആ ഖാളി നരകത്തിലാണ്. അതുപോലെ പഠിക്കാതെ വിധി പറഞ്ഞ ഖാളി നരകത്തിലാണ്. അതേസമയത്ത് പഠിച്ച് ഹക്കനുസരിച്ച് തീരുമാനമെടുത്ത ഖാളി സ്വർഗത്തിലാണ് എന്നിങ്ങനെ വന്ന ഹദീസ് അടക്കം ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ലാ ഫർഖ ഫിന്നികാഹി വസീഫാഹി ഇല്ല ഇഖ്തിഫാസറായി ഫിന്നികാഹി. വ്യഭിചാരവും വിവാഹവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നിബന്ധനയൊത്തുകൊണ്ടുള്ള ഇടപാടും പ്രവർത്തനങ്ങളും ആണ്. മറ്റൊന്ന് നിബന്ധനകൾ ഒക്കാതെ ചെയ്യുന്ന വികാരസമരത്തിന്റെ പ്രവർത്തനമാണ്. ഇതാണ് വാസ്തവത്തിൽ നിക്കാഹും വ്യഭിചാരവും തമ്മിൽ വേർതിരിക്കുന്ന വിഷയം തന്നെ. അതുകൊണ്ട് ഫറാഇലി ശുറൂതി വൽ അർകാനി മിൻ ഗൈരി തഫരീഖി വലാ നിസ്യാനി. വൈവാഹിക ജീവിതത്തിൽ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഘടകങ്ങൾ, അതിന്റെ നിബന്ധനകൾ അതൊന്നും മറന്നുപോകാതെ അതിന് വിട്ട് കടക്കാതെ കൃത്യമായി നീ അത് പാലിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പിന്നീട് ഒരുപാട് വിഷയങ്ങളിലേക്ക് കടന്നു. ഇത് എന്തിനാണ് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ ഒരു വലിയ പദ്യം അറബിയിൽ രചിച്ച് പണ്ഡിതന്മാർക്ക് നൽകിയത്? അതിന്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം. മഹാനവറുകൾ തന്നെ ഒരു വലിയ ഖാദിയായിരുന്നു. അതേസമയത്ത് പല സ്ഥലത്തും നടക്കുന്ന നിക്കാഹുകളിലും നിക്കാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് അടിക്കടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് മഹാനവറുകൾ ആ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു വലിയ പദ്യം രചിച്ച് നമ്മുടെ കേരളത്തിൽ സംഭാവന ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നിക്കാഹിനെ സംബന്ധിച്ച് മാത്രം പറയാൻ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതുപോലെ പണ്ഡിതന്മാർ പലരും നിക്കാഹ് വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം പറയാൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിനാൽ ഇത് വളരെ ബൃഹത്തായ ഒരു വിഷയവും പൂർവകാല പണ്ഡിതന്മാർ വളരെയേറെ ശ്രദ്ധ ചെലുത്തിയ ഒരു വിഷയമാണ് എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തി വിഷയങ്ങളിലേക്ക് കടക്കുന്നു. ഇൻഷാ അല്ലാഹ് 5 ദിവസത്തിനിടയിൽ നമുക്കൊരുപാട് കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾ പറയാനുണ്ട്. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ടത് മനസ്സിലാക്കാനുണ്ട്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പലരും മനസ്സിലാക്കിയതുപോലെ വിവാഹം എന്ന് പറയുന്നത് സ്ത്രീധനം ലഭിക്കാനോ അല്ലെങ്കിൽ സ്ത്രീകളെ വീട്ടിൽ വെച്ച് കുറെ ജോലി എടുപ്പിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് വീട്ടിൽ ഒരാൾ കൂടെ ഉണ്ടായാൽ പേടി കുറയാൻ വേണ്ടിയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയോ അതിനു വേണ്ടിയൊന്നും ഉള്ളതല്ല വിവാഹം. അതുപോലെ വരനെ സ്വീകരിക്കുന്നതിനാൽ ഒരു കുടുംബവുമായി ബന്ധം പുലർത്തി ബിസിനസ് പുരോഗമിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യലാഭം നേടാനോ അങ്ങനത്തെ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടിയുമല്ല വിവാഹം. വിവാഹം എന്ന് പറയുന്നത് അതിമഹത്തായ ഒരു വിഷയമാണ്. അത് ഈ ലോകത്ത് മനുഷ്യന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു ഘടകമായി ലോകസ്ഥാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു വിഷയമാണ് വിവാഹം എന്നത്. വിവാഹം ഇല്ലാതെ മനുഷ്യൻ ഇണകളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിൽ യാതൊരു അന്തരവും ഇല്ല. ഇവിടെ എല്ലാ ജീവികളും സന്താനോൽപാദനം നടത്തുന്നുണ്ട്. എല്ലാ ജീവികളും വികാരശമനത്തിന് മാർഗം തേടുന്നുണ്ട്. പക്ഷേ ആ ജീവികൾക്കിടയിലൊന്നും വിവാഹം എന്ന
ഒരു വ്യവസ്ഥാപിതമായ പദ്ധതി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആ ജീവികൾക്കിടയിൽ ഒരു വൈവാഹിക ബന്ധം എന്ന നിലക്ക് ഒരു പ്രത്യേകമായ സ്നേഹവും ബന്ധവും തെരഞ്ഞെടുക്കപ്പെട്ട വിവാഹത്തിൽ ബന്ധപ്പെട്ട വധൂവരന്മാർക്കിടയിൽ എന്ന ശൈലിയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വിവാഹം മനുഷ്യ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകൾക്ക് വേണ്ടി നൽകിയ ഒരു വലിയ വിഷയമാണ് വിവാഹം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ എന്ന പേരിൽ ഒരു അധ്യായം തന്നെ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിസാ എന്ന വാക്കിന്റെ അർത്ഥം സ്ത്രീകൾ എന്നാണ്. സൂറത്തുൻ നിസാ, സൂറത്തു റിജാൽ, പുരുഷന്മാർ എന്ന പേരിൽ ഒരു സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി നമുക്ക് കാണാൻ കഴിയില്ല. അതേസമയം സൂറത്തു നിസാ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ പറയുന്ന ഒരു സൂറത്ത് തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു ലോക സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു വിഷയം, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, മനുഷ്യ സമൂഹത്തെ മുഴുവനും വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുകയാണ്, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവൻ, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവനാണവൻ. മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ശരീരത്തിൽ നിന്ന്. ആദ്യമായി മനുഷ്യ സമൂഹത്തെ ഒരു ശരീരത്തെ സൃഷ്ടിച്ചുകൊണ്ട്, ഒരു മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് പിന്നീട് മറ്റുള്ളവരെ സൃഷ്ടിച്ചു. അവിടെ അല്ലാഹു പറഞ്ഞു, വഖലഖ മിൻഹാ സൗജഹാ, ആ ഒരു ശരീരത്തിൽ നിന്ന് ആ ശരീരത്തിന്റെ ഇണയെ അല്ലാഹു സൃഷ്ടിച്ചു. ആദ്യം ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആദിമ മനുഷ്യനെ അല്ലാഹു ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി. കളിമണ്ണ് കൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആത്മാവ് നൽകിയതിനു ശേഷം ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലായിരുന്നു ജീവിതം നയിച്ചിരുന്നത്. യാതൊരു അലസലുമില്ലാതെ സന്തോഷപൂർവ്വം സ്വർഗത്തിൽ ജീവിക്കുമ്പോഴും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിന് വേണ്ടതുപോലെ വികാസവും സമാധാനവും സ്വർഗജീവിതത്തിലും ലഭിക്കാൻ ഒരു ഭാര്യ, ഒരു ഇണ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു കൊടുത്തു. കാരണം എത്ര സൗകര്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടായാലും സ്വന്തം ഭാര്യയുമായി കൂട്ടുജീവിതം നയിക്കുന്ന സന്തോഷം ഒറ്റയ്ക്ക് എത്ര തന്നെ സൗകര്യപൂർവ്വം ജീവിച്ചാലും ഏത് സ്വർഗത്തിൽ ജീവിച്ചാലും ഉണ്ടാവുകയില്ല എന്ന് പഠിപ്പിക്കുന്ന വിധമാണ് സ്വർഗത്തിൽ വെച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഹവ്വാ എന്ന് പേരായ ഒരു സ്ത്രീയെ, ഇണയെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വളയനെല്ലിലൂടെ സൃഷ്ടിച്ചു കൊടുത്തു. അതാണ് വഖലഖ മിൻഹാ സൗജഹാ. അങ്ങനെയാണ് ആദ്യമായി ഇണകൾ, മനുഷ്യ സമൂഹത്തിൽ ഇണകൾ ഉണ്ടാകുന്നത്. പഴയകാലത്ത് ഈ ആയത്തോതി പണ്ഡിതന്മാർ പ്രസംഗിക്കുമ്പോൾ ഖുർആനിന്റെ വിരോധികളും മതത്തിന്റെ വിരോധികളുമൊക്കെ ചിലപ്പോൾ തമാശയാക്കി കളിയാക്കി ചിരിച്ചിരുന്നു. എന്താണ് പറയുന്നത്? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് കഷ്ണം മുറിച്ചു വാരിയെല്ലിന്റെ ഭാഗമെടുത്തു ഒരു സ്ത്രീയെ സൃഷ്ടിച്ചുവെന്നു. അങ്ങനെ കൊള്ളിക്കിഴങ്ങ് കൃഷിയാണോ ഇത്? കൊള്ളിക്കിഴങ്ങ് കൃഷിയാണോ ഇത്? അല്ലെങ്കിൽ മുരിങ്ങ കുഴിച്ചിരുന്നതാണോ ഇത്? ഒരു കഷ്ണം മുറിച്ച് വേറെ ഒന്നുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലം, ഖുർആനിനെ പരിഹസിച്ചിരുന്ന ഒരു കാലം പഴയ കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ക്ലോണിങ്ങിലൂടെ മനുഷ്യ ശരീരം വരെ ഉണ്ടാക്കാൻ കഴിയും, ധാരാളം ജീവികളെ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടപ്പോൾ അന്തസ്സോടെ, അഭിമാനത്തോടെ മുസ്ലിം പണ്ഡിതന്മാർ ചോദിക്കുകയാണ്, നിങ്ങളുടെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് ഭാര്യ ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഖുർആനിന്റെ വിരോധികൾ
നൂറ്റാണ്ടുകളായി പരിഹസിച്ചിരുന്നില്ലേ? ഇപ്പോൾ ജീവനുള്ള ശരീരത്തിന്റെ ഭാഗമെടുത്ത് മറ്റൊരു ശരീരത്തെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടില്ലേ എന്ന് പണ്ഡിതന്മാർ അഭിമാനത്തോടെ ഇപ്പോൾ ചോദിക്കുകയാണ്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹു പറഞ്ഞു, وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً. ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും ആ ഇണകളിൽ നിന്ന് ധാരാളം പുരുഷന്മാരെയും ധാരാളം സ്ത്രീകളെയും ലോകത്തല്ലാഹു സൃഷ്ടിച്ച് ലോകത്തല്ലാഹു തആല അതാ ധാരാളം സൃഷ്ടിച്ചു വിട്ടിരിക്കുകയാണ്. വത്തഖുല്ലാഹ്. സർവരാഷ്ട്രങ്ങളിലും സർവപ്രദേശങ്ങളിലും സ്ത്രീകളെയും പുരുഷന്മാരെയും ധാരാളം സൃഷ്ടിച്ച് അല്ലാഹു വിതരണം ചെയ്തിരിക്കുന്നു. വത്തഖുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ പലപ്പോഴും ഒരു കാര്യം മറ്റൊരാളോട് ആവശ്യപ്പെടുമ്പോൾ പടച്ചവനെ വിചാരിച്ച് ചെയ്തു തരണം എന്ന് പറയാറില്ലേ? അങ്ങനെ നിങ്ങൾ പടച്ചവനെ മുൻനിർത്തി പല കാര്യങ്ങളും ചോദിക്കാറില്ലേ? അത്രയും നിങ്ങൾ ആദരിക്കുന്ന റബ്ബ്, ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ഭക്തിയോടെ ജീവിക്കണം. വൽ അർഹാം. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ, കുടുംബ ജീവിതങ്ങൾ, അതും നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. നിങ്ങളുടെ ഏത് രഹസ്യ ജീവിതവും ഏത് പരസ്യ ജീവിതവും ഏത് സത്യസന്ധതയും ഏത് വഞ്ചനയും ഏത് വാക്ക് പറയുന്നതും പാലിക്കുന്നതും ലംഘിക്കുന്നതുമെല്ലാം അതാ സത്താവായ അല്ലാഹു നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് എന്റെ മുഴുവൻ വിഷയങ്ങളിലും എന്റെ രാജാവായ റബ്ബ് എന്നെ വീക്ഷിക്കുന്നു എന്ന ബോധത്തോടെ നിങ്ങൾ ജീവിതം നയിക്കണം. ആകയാൽ ഈ ആയത്തിലൂടെ അല്ലാഹു തആല സൂറത്ത് നിസാഇന്റെ തുടക്കത്തിൽ തന്നെ പഠിപ്പിക്കുന്നത് മനുഷ്യകുലത്തെ ഇവിടെ വികസിപ്പിച്ച് ലോകമൊട്ടാകെ വിതരണം ചെയ്തിട്ടുള്ളത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്. ആ പുരുഷനാണ് ഭർത്താവ്, സ്ത്രീയാണ് ഭാര്യ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ഹവ്വാ റളിയല്ലാഹു അൻഹാ, അവരുടെ വൈവാഹിക ജീവിതത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഓരോ പ്രസവത്തിലും ഹവ്വാ റളിയല്ലാഹു അൻഹാ ഒരാൺകുട്ടിയെയും പെൺകുട്ടിയെയും പ്രസവിച്ചിരുന്നു എന്നാണ് ചരിത്രം. അങ്ങനെ ഈ രണ്ട് പ്രസവം, ഓരോ പ്രസവത്തിലും രണ്ട് കുട്ടികൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ പ്രസവത്തിൽ ഉണ്ടായ ആൺകുട്ടിയെ അതാ രണ്ടാമത്തെ പ്രസവത്തിലുള്ള പെൺകുട്ടി, രണ്ടാമത്തെ പ്രസവത്തിലുള്ള പെൺകുട്ടിയെ ആദ്യത്തെ പ്രസവത്തിലുള്ള ആൺകുട്ടി, ഇങ്ങനെ പരസ്പരം വിവാഹം കഴിച്ചുകൊണ്ടാണ് ആദ്യത്തെ വൈവാഹിക ജീവിതം മനുഷ്യകുലത്തിൽ ആരംഭിക്കുന്നത്. ഇരിക്കട്ടെ, ആ വിവാഹ ജീവിതം നയിച്ചുകൊണ്ട് പിന്നീട് അല്ലാഹു ജല്ല ജലാലുഹു ധാരാളം മനുഷ്യരെ ലോകത്തേക്ക് പറഞ്ഞയച്ചു. ഈ മനുഷ്യർക്ക് മുഴുവനും എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു നിയോഗിച്ചയച്ചവരാണ് ആ മനുഷ്യരിലുള്ള അസാധാരണ മനുഷ്യന്മാർ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാനുള്ള കണ്ണും ജിബ്രീൽ അലൈഹിസ്സലാമിനെ കേൾക്കാനുള്ള കാതും മലക്കുകളുമായി ബന്ധപ്പെടാനുള്ള പ്രകൃതിയും നൽകപ്പെട്ട പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരായ ആളുകൾ, അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അവരുടെ മഹത്വം പറയുന്ന സ്ഥലത്ത് പറയുകയാണ്, വലഖദ് അർസൽനാ റസൂലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ. ഓ നബിയേ, അങ്ങേക്ക് മുമ്പ് നമ്മൾ ധാരാളം മുർസലീങ്ങളെ, പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ, ആ പ്രവാചകന്മാർക്ക് നമ്മൾ അതാ വൈവാഹിക ജീവിതത്തിലുള്ള ഇണകളെ ഭാര്യമാരെ ആക്കി കൊടുത്തിട്ടുണ്ട്. വദുർരിയ്യതൻ, അവർക്ക് സന്താന പരമ്പരകളെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ഭാര്യമാരുണ്ട്, അവർക്ക് പേരക്കുട്ടികളുണ്ട്. വമാ കാന ലിറസൂലിൻ അൻ യഅതിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അതുകൊണ്ട് തന്നെ
അതാ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതെല്ലാം അവന്റെ ഉദ്ദേശപ്രകാരവും അവന്റെ തീരുമാനപ്രകാരവും അവന്റെ ഉത്തരവ് പ്രകാരവുമാണ്. പ്രവാചകന്മാരിവിടെ കൊണ്ടുവരുന്ന എല്ലാ അത്ഭുത സിദ്ധികളും മുഴുവൻ വിഷയങ്ങളും പടച്ചവന്റെ ഉത്തരവ് പ്രകാരമാണ്. ലികുല്ലി അജലിൻ കിതാബ്, ഏത് വിഷയത്തിനും പടച്ചവന്റെ നേരത്തെയുള്ള തീരുമാനമുണ്ട്. യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിതു വഇൻദഹു ഉമ്മുൽ കിതാബ്, മുഴുവൻ തീരുമാനങ്ങളും നേരത്തെ തന്നെ റെക്കോർഡാക്കപ്പെട്ട ഗ്രന്ഥമുണ്ട്. ചില വിഷയങ്ങൾ അല്ലാഹു ജല്ല ജലാലുഹു മസ്ലഹത്ത് നന്മയനുസരിച്ചും അവന്റെ തീരുമാനമനുസരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കി തീർക്കും. നമുക്കറിയാമല്ലോ, ഒരിക്കൽ ഭാര്യയായ പെണ്ണ് ചിലപ്പോൾ ഭാര്യയല്ലാതെയായി പോകുന്നുണ്ട്, ചിലപ്പോൾ ഭർത്താവായ വ്യക്തി ചിലപ്പോൾ ഭർത്താവല്ലാതെയാവുന്നുണ്ട്. അതുപോലെ ഒരിക്കൽ ഭാര്യയായി ബന്ധപ്പെട്ട മനുഷ്യൻ പിന്നീട് അവളെ വേണ്ടെന്ന് തോന്നുന്നുണ്ട്, ചിലപ്പോൾ വേണമെന്ന് തോന്നുന്നുണ്ട്. അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ലോകത്തുള്ള മുഴുവൻ വിഷയങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് വേണം? നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട റൂട്ടിലൂടെ അല്ലാതെ ഒരു വിഷയവും നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടില്ല. അപ്പൊ പ്രവാചകന്മാർക്ക് അല്ലാഹു ജല്ല ജലാലുഹു അവർക്ക് വിവാഹിതരാകാൻ അല്ലാഹു തആല ഓർഡർ നൽകുകയും അവർ വിവാഹം കഴിക്കുകയും സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നത് ഒരു വലിയ വിഷയമായി അല്ലാഹു തആല എടുത്തു പറയുകയാണ്. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകൾ വിവാഹം കഴിച്ചോ ഇല്ലേ എന്നൊരു ചർച്ചയുണ്ട്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഈ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമും വിവാഹം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 1.25 ലക്ഷമോ 2.25 ലക്ഷമോ അതിലധികമോ വരുന്ന പ്രവാചകന്മാരിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചിട്ടില്ലെന്ന് പറയുന്നു. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ലോകത്തിറങ്ങി വന്ന് ഭരണം നടത്തുന്ന കാലത്ത് മഹാനവറുകളും വിവാഹം കഴിക്കുമെന്ന് പണ്ഡിതന്മാർ പലരും പറഞ്ഞതായി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ആകയാൽ പ്രവാചകന്മാര് ചെയ്തു വന്നൊരു വിഷയമാണ് വിവാഹം. അത് മനുഷ്യ സമുദായത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായൊരു വിഷയമാണ്. പ്രവാചകന്മാർ വിവാഹം കഴിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭൗതികമായ ചില ചിന്തകൾക്ക് വേണ്ടിയല്ല, സ്ത്രീധനം വാങ്ങാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ പെണ്ണിനെ കൊണ്ട് വീട്ടിൽ ജോലിയെടുപ്പിക്കാൻ വേണ്ടിയല്ല. പ്രവാചകന്മാർ വിവാഹം കഴിച്ചിരുന്നത് എന്തിനാണ്? മഹാന്മാർ വിവാഹം കഴിച്ചത് എന്തിനാണ്? മഹാന്മാർ വിവാഹം കഴിക്കുന്നത് എന്തിനാണ്? ഇൻഷാ അല്ലാഹ് ഞാൻ അതിനെ സംബന്ധിച്ച് പറയാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു, അന്നികാഹു സുന്നതി ഫമൻ അഹബ്ബ ഫിത്രതി ഫല്യസ്തന്ന ബിസുന്നതി. വിവാഹം എന്റെ ചര്യയാണ്. എന്റെ ചര്യയെയും എന്റെ മാതൃകയെയും എന്റെ ജീവിത രീതിയെയും ആരിഷ്ടപ്പെടുന്നുണ്ടോ ഫല്യസ്തന്ന ബിസുന്നതി, അവൻ എന്റെ ചര്യ പിന്തുടർന്ന് ജീവിക്കട്ടെ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവസമൂഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, ഓ യുവസമൂഹമേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങളിൽ ആരെങ്കിലും വിവാഹം കഴിക്കാൻ ആവശ്യമായ വിവാഹമൂല്യം നൽകാൻ, മഹർ നൽകാൻ, അതുപോലെ വിവാഹം നടത്താനുള്ള ചെലവിന്, വിവാഹം നടത്തുന്ന ഭാര്യയ്ക്കുള്ള ചെലവിന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അഥവാ വിവാഹത്തിന് കഴിയുമെങ്കിൽ ഫല്യതസവ്വജ്, അങ്ങനെ കഴിയുന്നവർ വിവാഹിതരാകട്ടെ. ഫഇന്നഹു അഗമ്മു ലിൽ ബസരി, അത് മനുഷ്യന്റെ കണ്ണുകൊണ്ട് തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് നോക്കിപ്പോകാതിരിക്കാൻ അത് സഹായകമാണ്. വഅഹ്സനു ലിൽ ഫർജി, മനുഷ്യന്റെ ലൈംഗികാവയവങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്യാതെ സൂക്ഷിക്കാനും അത് വഴിയൊരുക്കുന്നതാണ്. വമൻ ലം യസ്തതി, ഒരാൾക്ക് വിവാഹം കഴിക്കാൻ കഴിവില്ലെങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പ് നോൽക്കട്ടെ. ഫഇന്നഹു ലഹു വിജാഅ്, നോമ്പ് എന്ന് പറയുന്നത് അത് മനുഷ്യന് അതാ വികാരത്തെ അടക്കിപ്പിടിച്ച് ജീവിക്കാനുള്ള പ്രാക്ടീസ് നേടാനുള്ള ഒരു പ്രവർത്തനമാണ്. നല്ല ശുദ്ധമായ മധുരമുള്ള വെള്ളം കാണുമ്പോൾ
നോമ്പുകാരനായ ഒരു മനുഷ്യൻ നട്ടുച്ച വെയിലത്ത് കുടിക്കാൻ ആശയുണ്ട്, പക്ഷേ നോമ്പുള്ളത് കൊണ്ട് അവന്റെ ശരീരത്തെ അവൻ നിയന്ത്രിക്കുന്നു. വല്ലാതെ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതെ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നു. അതുപോലെ നാവ് കൊണ്ട് അനാവശ്യം പറയാൻ തോന്നുമ്പോൾ ഞാൻ നോമ്പുകാരനല്ലേ എന്ന് മനസ്സിലാക്കി അവനവന്റെ നാവിനെ ബന്ദ് ചെയ്യുന്നു. ഇങ്ങനെ മനുഷ്യ ശരീരത്തെ പിടിച്ചു വെച്ചുകൊണ്ട് ക്ഷമിച്ച് ജീവിക്കാൻ പ്രാക്ടീസ് നൽകുന്ന, അതിന് സഹായകമാകുന്നൊരു പ്രവൃത്തിയാണല്ലോ നോമ്പ്. അതുകൊണ്ട് തന്നെ നോമ്പ് നോൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ശരീരത്തെ നിയന്ത്രിച്ച് പഠിക്കാൻ കഴിയും. ഒന്ന്. രണ്ടാമതായി, ഓരോ സൽക്കർമ്മങ്ങൾക്കും അല്ലാഹു തആല കൊടുക്കുന്ന ചില ഫലങ്ങളുണ്ട്. ആ ഫലങ്ങൾ ഓരോന്നിനും ഓരോ ഫലങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ചില വിഷയങ്ങൾ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഒരു ഇബാദത്താണ് നോമ്പ്. നോമ്പെടുത്ത് ജീവിക്കുന്നവൻ ഭക്തിയുള്ളവനാകും. ഭക്തിയുള്ളവനാകുമ്പോൾ അവന്റെ കണ്ണ് മറ്റൊരു പെണ്ണിലേക്ക് തിരിക്കാനും അവന്റെ ശരീരം ഹറാമുമായി ബന്ധപ്പെടുത്താനും അവന്റെ മറ്റവയവങ്ങൾ തെറ്റിലേക്ക് കൊണ്ടുപോകാനും അവന്റെ ഭക്തി അവനെ അനുവദിക്കുകയില്ല. നോമ്പിന്റെ സ്വഭാവം തന്നെ നമുക്കറിയാമല്ലോ. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് കൊണ്ട് മനുഷ്യന് ഭക്തി ജീവിതമുണ്ടാകും. അത് നോമ്പിന്റെ ഒരു ഫലമാണ്. ഓരോ പ്രവർത്തനങ്ങൾക്കും വലിയ വലിയ ഫലങ്ങളുണ്ട്. നിസ്കാരത്തിന്റെ ഒരു ഫലമാണ് അതേ അഖിമുസ്സലാത്ത ലിദിക്രി, നിസ്കരിക്കുന്നതിനാൽ അല്ലാഹുവിനെ സ്മരിക്കലുണ്ടാകും ഒരു ഫലം. മറ്റൊരു ഫലമാണ് നിസ്കരിക്കുന്നതിനാൽ മനസ്സിന് വലിയ റാഹത്തുണ്ടാകും. വഖുർറത്തു ഐനി ഫിസ്സലാഹ്, അതുപോലെ തന്നെ നിസ്കരിക്കുന്നതിനാൽ അതാ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ പാപങ്ങൾ തൊട്ട് നിസ്കാരം തടയും. അതുപോലെ പാപം പൊറുക്കപ്പെടും. ഇങ്ങനെ പല സൽക്കർമ്മങ്ങൾക്കും ഒരുപാട് ഫലങ്ങളുണ്ട്. ഖബർ സിയാറത്ത് ചെയ്താൽ അതേ കുന്തു നഹൈതുക്കും മിൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ, ഖബർ സിയാറത്ത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് വിരോധിച്ചിരുന്നു. എന്നാൽ ഇനിയങ്ങോട്ട് പറയട്ടെ, നിങ്ങൾ ഖബർ സന്ദർശിച്ചോളൂ, സിയാറത്ത് ചെയ്തോളൂ. ഖബർ സിയാറത്ത് ചെയ്താൽ എന്താണ് ഫലം? ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾക്ക് പാരത്രിക ലോകത്തെ കുറിച്ച് ബോധമുണ്ടാക്കിത്തരും ഖബർ സിയാറത്ത്. അതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് ബോധമുണ്ടാക്കിത്തരും ഖബർ സിയാറത്ത്. അങ്ങനെ ഓരോ ഇബാദത്തുകൾക്കും വലിയ വലിയ ഫലങ്ങളുണ്ട്. അസ്സദഖത്തു തുത്ഫിഉൽ ഖതിയ, ധർമ്മം ചെയ്താൽ അതുകൊണ്ട് പാപം പൊറുക്കപ്പെടും. അതുപോലെ കുടുംബബന്ധം ചേർത്താൽ ആയുസ് വർദ്ധിക്കും. ഇങ്ങനെ പല സൽക്കർമ്മങ്ങൾക്കും പല ഫലങ്ങളുമുണ്ട്. കൂട്ടത്തിൽ നോമ്പിന് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു വലിയ ആത്മീയമായ ഫലമാണ് നോമ്പെടുത്താൽ മനുഷ്യന് വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ വിവാഹത്തിന് കഴിയുന്നില്ലെങ്കിൽ നോമ്പെടുക്കുകയും എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആകയാൽ കഴിയുന്ന മനുഷ്യർ വിവാഹം കഴിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതൊരു വലിയ മഹത്വമുള്ള വിഷയമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله والله واسع عليم. മറ്റൊരായത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അൻകിഹുൽ അയാമ മിൻകും, നിങ്ങളെ കൂട്ടത്തിൽ അവിവാഹിതരായ, നിങ്ങളെ കൂട്ടത്തിൽ വൈവാഹിക ജീവിതത്തിലല്ലാതെ ജീവിക്കുന്ന പുരുഷന്മാരോ സ്ത്രീകളോ ഉണ്ടെങ്കിൽ, ഭാര്യമാരില്ലാത്ത പുരുഷന്മാർക്ക്, അവര് നേരത്തെ വിവാഹം കഴിച്ചവരാകട്ടെ കഴിക്കാത്തവരാകട്ടെ, ഇപ്പോൾ നിലവിൽ ഭാര്യമാരില്ലാത്ത അവിവാഹിതരായ അഥവാ ഇപ്പോൾ ഭാര്യമാരില്ലാത്ത പുരുഷന്മാർക്ക്, അതുപോലെ ഇപ്പോൾ ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകൾക്ക്, അവർ നേരത്തെ വിവാഹം കഴിച്ചവരാകട്ടെ അല്ലാത്തവരാകട്ടെ, അവരെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കുകയും അൻകിഹുല്ലയാമിൻകും, നിങ്ങളെ കൂട്ടത്തിലുള്ള സ്വതന്ത്രരായ അടിമകളല്ലാത്ത പുരുഷന്മാരോ സ്ത്രീകളോ ആയ
കന്യകത്വം നീങ്ങിയവരോ നീങ്ങാത്തവരോ ആയ പുരുഷന്മാരോ സ്ത്രീകളോ ആയ ആരിപ്പോൾ വിവാഹിതരല്ലാത്തവരുണ്ടോ അവരെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കുകയും അങ്കിഹുൽ അയാമിൻകും തഫ്സീറുൽ ജലാലൈനി അടക്കം പറഞ്ഞ തഫ്സീർ അനുസരിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വസാലിഹീന മിൻ ഇബാദിക്കും വഇമായിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അടിമക്കച്ചവടം നടന്നിരുന്ന കാലത്ത് അന്ന് അതാ അടിമകളായ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അതുകൊണ്ട് പറയുന്നു അവരെയും അവരിലുള്ള നല്ലവരെയും നിങ്ങൾ വിവാഹം കഴിപ്പിക്കുകയും. എന്നിട്ട് ഖുർആൻ പറയുകയാണ് യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി, വിവാഹം കഴിച്ചാൽ ദാരിദ്ര്യം വരുമെന്ന് ഭയപ്പെടേണ്ടതില്ല. വിവാഹം കഴിച്ചാൽ ഞാൻ വിവാഹം കഴിക്കുന്നത് എന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അങ്ങനെ വിവാഹം കൊണ്ട് ഉദ്ദേശിക്കേണ്ട 4 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ ഘടകങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുന്നതെങ്കിൽ അതാ അല്ലാഹു പഠിപ്പിക്കുകയാണ് ഇയകൂനു ഫുഖറാ, അവര് ദാരിദ്ര്യമുള്ളവരാണെങ്കിൽ യുഗ്നിഹിമുല്ലാഹ്, അല്ലാഹു അവരെ ഐശ്വര്യക്കാരാക്കും. വിവാഹം കഴിക്കുന്ന സമയത്ത് കഴിവില്ലെങ്കിൽ തന്നെ അവൻ അല്ലാഹു തആല പിന്നീട് ഐശ്വര്യം കൊടുക്കും. പക്ഷേ വിവാഹത്തിന്റെ ഉദ്ദേശം അത് ശരിയായ ഉദ്ദേശമായിരിക്കണം. അല്ലാഹു അത് അറിയുന്നവനാണ്. അല്ലാഹു വാസിഉൻ അലീം, അവൻ നന്നായി വിഷയങ്ങൾ അറിയുന്നവനാണ്. അവൻ വിശാലത ചെയ്യുന്നവനുമാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ വിവാഹം ഇപ്പോൾ വിവാഹിതരല്ലാത്തവർ വിവാഹമുള്ളവരാകണം എന്നാണ് പരിശുദ്ധ ഖുർആനും വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹത്തിലായി ജീവിക്കുക എന്നതും ഒരു വലിയ നല്ല കാര്യമായി മഹാന്മാര് കണ്ടിരുന്നു. എത്രത്തോളം എന്നറിയോ? ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വലിയ പ്ലേഗ് രോഗമുണ്ടായി. ആ പ്ലേഗ് രോഗത്തിൽ മഹാനവറുകൾക്ക് അന്ന് 2 ഭാര്യമാരുണ്ടായിരുന്നു. 2 ഭാര്യമാരും ഈ പ്ലേഗ് രോഗത്തിൽ മരണപ്പെട്ടുപോയി. മഹാനവറുകൾക്കും പ്ലേഗ് രോഗം ബാധിച്ചിരിക്കുകയാണ്. പ്ലേഗ് രോഗമുണ്ടായാൽ ആ പ്രദേശത്തുള്ള പലരും ഒന്നായി മരിച്ചുപോകലാണ് പലപ്പോഴും പതിവ്. അങ്ങനെയുള്ള കാലഘട്ടം മഹാനായ സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് താഊനും പ്ലേഗ് രോഗം സംഭവിച്ച് 2 ഭാര്യമാരും മരിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു സബ്ബുജൂനി, എന്റെ 2 ഭാര്യമാരും മരിച്ചുപോയി, ഞാനിപ്പോൾ പ്ലേഗ് രോഗത്തിലാണ്, എന്നെങ്കിലും നിങ്ങൾ എനിക്ക് വിവാഹം കഴിപ്പിക്കുകയും ഞാൻ ഈ പ്ലേഗ് രോഗത്തിൽ മരിച്ചുപോയാൽ വിവാഹിതനല്ലാത്ത വിധത്തിൽ ഞാൻ അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വന്നാലോ ഞാനത് ഭയപ്പെടുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ വിവാഹം കഴിച്ചു തരുകയും എന്ന് മുആദ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടതായി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സഹാബികളാണ് ഞാൻ പറയുന്ന ആളുകളൊക്കെ. മഹാനവറുകൾ കുട്ടികളെ വിളിച്ച് അല്ലെങ്കിൽ അടിമകളെ വിളിച്ച് മഹാനവറുകൾ പറഞ്ഞു, ഇദാ അറത്തും നിക്കാഹ അൻകഹ്തുക്കും, ഓ കുട്ടികളെ, മക്കളെ, നിങ്ങൾക്ക് വിവാഹം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാനിപ്പോ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരും. കാരണം അല്ലാഹുവിന്റെ ഒരു അടിമ അവൻ വ്യഭിചാരം ചെയ്തു പോയാൽ അവന്റെ ഹൃദയത്തിൽ ഈമാൻ നീങ്ങിപ്പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് വിവാഹിതരാകണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ എന്നോട് തുറന്നു പറയൂ, ഞാൻ വിവാഹം കഴിപ്പിച്ചു തരാം എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുടെ കീഴിലുള്ളവരോട് പറയാറുണ്ടായിരുന്നു എന്നാണ്. മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിരുന്നില്ല. മഹാനവറുകൾ വലിയ ഇബാദത്തിലായി വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടാതെ ഇബാദത്തിൽ തന്നെ മുഴുകി ജീവിച്ചൊരു മഹാനായിരുന്നു. ആ മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, എന്നേക്കാൾ 3 കാര്യം കൊണ്ട് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മുന്നിട്ട് നിൽക്കുകയാണ് അല്ലാഹുവിന്റെ അടുക്കൽ. ഒരു കാര്യം, തലബുൽ ഹലാലി നഫ്സിഹി വലിഗൈരിഹി, ഞാൻ അധ്വാനിക്കുന്നതും ഞാൻ ഹലാലായ ഭക്ഷണം തേടുന്നത് എന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടിയാണ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിന്റെ പുറമെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി അധ്വാനിക്കുകയാണ്. അതുകൊണ്ട് എന്നേക്കാൾ മഹത്വം മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനാണ്. മറ്റൊരു കാര്യം,
മഹാനവറുകൾക്ക് ഇത്തിസാഉഹു ഫി നിക്കാഹ്, വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടാനുള്ള വിശാലത മനസ്സിനും ശരീരത്തിനും അതുപോലെ സമയത്തിനുമൊക്കെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. എനിക്കത് കിട്ടിയിട്ടില്ല. മൂന്നാമതായി നുസിബ ഇമാമൻ ലിൽ ആമ്മ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളാണ്. ഏത് സർവ്വസാധാരണക്കാരും പിന്തുടരുന്ന വലിയ ഒരു പണ്ഡിതനാണ്. ഇങ്ങനെ 3 വിധത്തിൽ എന്നേക്കാൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ പവർ ഉണ്ടെന്ന് ഇബാദത്തിൽ മാത്രം മുഴുകി ജീവിക്കുകയും വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്തിരുന്ന ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു പറഞ്ഞതായി ഇമാം ഗസാലി റളിയല്ലാഹു ഉദ്ധരിക്കുന്നത് കാണാം. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരാണ്. മഹാനവറുകളുടെ ഭാര്യ മരണപ്പെട്ടുപോയി. 2ാമത്തെ ദിവസം തന്നെ മഹാനവറുകൾ മറ്റൊരു വിവാഹം കഴിച്ചു. നമ്മൾ കേട്ടാൽ ഒരു മോശമായി പോയി എന്ന് തോന്നും. 2ാമത്തെ ദിവസം തന്നെ വേറെ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ മോശമായി തോന്നും. പക്ഷേ മഹാന്മാരായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പോലും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൂട്ടുജീവിതത്തിന് ഭാര്യയെ കൊടുത്തുവെന്നും മഹാന്മാരായ മുർസലീങ്ങൾക്ക് തന്നെ അല്ലാഹു തആല കൊടുത്തൊരു മഹത്വമായി അവർ വൈവാഹിക ജീവിതം നയിച്ചവരായിരുന്നു എന്ന് പറയുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തതാണ്. ഞാൻ ആ ചര്യയിലായി തന്നെ മരിക്കണം എന്നതാണ് മഹാനവറുകളുടെ കാഴ്ചപ്പാട്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് നമ്മുടെ വൈവാഹിക ജീവിതങ്ങൾ പലപ്പോഴും ദുരുദ്ദേശപരമായത് കൊണ്ടും ഭൗതിക ജീവിതത്തിനു വേണ്ടിയുള്ള വൈവാഹിക ജീവിതമായതുകൊണ്ടുമാണ്. മഹാന്മാരുടെ വൈവാഹിക ജീവിതങ്ങൾ പാരത്രിക ലോകത്തിനു വേണ്ടിയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയും മഹാന്മാരോടുള്ള പിന്തുടർച്ചയ്ക്ക് വേണ്ടിയുമാണ്. മുർസലീങ്ങളെ പിന്തുടർന്ന് ജീവിക്കുക, സജ്ജനങ്ങളെ പിന്തുടർന്ന് ജീവിക്കുക, അതിനുവേണ്ടിയായിരുന്നു അവരുടെ വിവാഹങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. മഹാനവറുകൾ അക്റഹു അൻ നബീത അസ്ബൻ, വിവാഹിതനല്ലാതെ ഭാര്യയില്ലാതെ ഒരു രാത്രിയെങ്കിലും ഞാൻ താമസിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, വെറുക്കുന്നു എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. പക്ഷേ ഇത് പറഞ്ഞതുകൊണ്ട് ചില മഹാന്മാർ, ഇബാദത്തിൽ മുഴുകി ജീവിക്കുന്ന ചില മഹാന്മാരുടെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം നവവി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയ ചില മഹാന്മാർ വിവാഹത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അവർക്കെന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് തോന്നരുത്. അവർ വളരെയേറെ സൂക്ഷ്മത പുലർത്തിയതും അവർക്ക് വൈവാഹിക ജീവിതത്തിലേക്ക് അനിവാര്യവും ആവശ്യവും ഇല്ലാത്തവരുമായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു വൈവാഹിക ജീവിതം കൈയൊഴിച്ച ആളായിരുന്നു. മഹാനവറുകളോട് ഒരിക്കൽ ചോദിച്ചു, എന്താണ് വൈവാഹിക ജീവിതം? നിങ്ങൾ വൈവാഹിക ജീവിതമില്ലാതെ ഇബാദത്തിൽ തന്നെ മുഴുകി ജീവിക്കുകയാണല്ലോ. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഒരുപാട് ഇബാദത്തും കർമ്മങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും നിനക്ക് ചിലപ്പോൾ ഭാര്യയും മക്കളെയും പോറ്റി വളർത്തണമെന്ന നിലക്ക് നിന്റെ മനസ്സിലുണ്ടാകുന്ന ഭീതിയും അതിന്റെ പേരിൽ നിന്റെ മനസ്സിലുണ്ടാകുന്ന ആശങ്കകളും, ആ ആശങ്കയ്ക്ക് അല്ലാഹു തആല തരുന്ന പ്രതിഫലം എന്റെ മുഴുവൻ ഇബാദത്തിനും കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ വലുതായിരിക്കും എന്ന് വൈവാഹിക ജീവിതത്തിൽപ്പെട്ട മറ്റൊരു മഹാനോട് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇപ്പൊ മഹാനവറുകളോട് ചോദിച്ചാൽ പിന്നെ ആ പ്രതിഫലം നിങ്ങൾക്കും വാങ്ങിക്കൂടെ? മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് ഭാര്യയുടെ ആവശ്യമില്ല, ഞാനൊരു ഭാര്യയെ സ്വീകരിച്ച് അവളുടെ ജീവിതം തുലക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ചിലർ പറഞ്ഞു, താരിഖുൻ ലിസുന്ന, ഞങ്ങൾ വൈവാഹിക ജീവിതം നയിക്കാത്ത ആളായതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ പിന്തുടരാതെ അത് കൈയൊഴിച്ച ആളാണ്. അപ്പൊ മഹാനവറുകൾ അത് കേട്ടപ്പോ പറഞ്ഞു, അവര് പറയുന്നുണ്ട്, ഞാൻ സുന്നത്ത് കൈയൊഴിച്ച ആളാണ്, ഞാൻ പറന്നെടുക്കുന്ന തിരക്കിലായതുകൊണ്ടാണ് അവരോട് പറഞ്ഞേക്കണം, ഞാൻ പറന്നെടുക്കുന്ന തിരക്കിലായതുകൊണ്ടാണ് ഞാൻ സുന്നത്തെടുക്കാത്തത് എന്ന് അവരോട് പറഞ്ഞേക്കണം എന്ന് മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയുണ്ടായി. സഹോദരന്മാരെ, ഒരിക്കൽ മഹാനവറുകൾ പറഞ്ഞു, മാ യംനഉനി മിന തസ്വീദി ഇല്ലാ ഖൗലുഹു തആല വലഹുന്ന മിസ്ലു അല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 228ാമത്തെ ആയത്തിൽ അല്ലാഹു ജല്ല ജലാലുഹു പഠിപ്പിച്ച ഒരു ആശയമുണ്ട്.
ആ ആശയം ഓർക്കുമ്പോൾ എനിക്ക് വൈവാഹിക ജീവിതത്തിന് ധൈര്യം വരുന്നില്ല. എന്താണത്? വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. ഏത് സ്ത്രീകൾക്കും പുരുഷന്മാര് ചെയ്തു കൊടുക്കേണ്ട, ഭർത്താക്കന്മാര് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കടപ്പാടുകളുണ്ട്. സ്ത്രീകളോട് വലിയ ബാധ്യതകളും കടപ്പാടുകളും പുരുഷന്മാർക്ക് അങ്ങോട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇങ്ങോട്ട് കടപ്പാടുള്ളത് പോലെ പുരുഷന്മാർക്ക് സ്ത്രീകളോട് അങ്ങോട്ടും കടപ്പാടുകളും ബാധ്യതകളുമുണ്ട്. ആ ആയത്ത് ഓർമ്മിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ബാധ്യത നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഭാര്യയുടെ കടപ്പാട് നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന ഭീതിയും ഭയവുമാണ് എന്നെ അതിനനുവദിക്കാത്തത് എന്ന് മഹാനായ ബിശ്വബുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, വൈവാഹിക ജീവിതം അത് സാധിക്കുന്നവർക്ക്, കഴിവുള്ളവർക്ക്, ആവശ്യമുള്ളവർക്ക് സുന്നത്താണ്. അത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹുവിങ്കിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന വിഷയവും ആണ് വിവാഹം കഴിക്കുക എന്നത്. എന്നാൽ ഈ വിവാഹം കഴിക്കുന്ന വ്യക്തികൾ അതിന് 5 ഫലങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് വിവാഹം കഴിക്കേണ്ടത്. വൈവാഹിക ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന ഒരാൾ 5 ഫലങ്ങളാണ് അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ മനസ്സിൽ താലോലിക്കേണ്ടത്. 1, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടടിച്ചു വരാൻ വേണ്ടി ഒരു പെണ്ണ് വേണം. ഉമ്മാക്ക് വയസ്സായിരിക്കുന്നതിന് ചായ കാച്ചാൻ ഒരാൾ വേണം, അല്ലെങ്കിൽ പശുവിനെ പോറ്റാൻ ഒരാൾ വേണം, അല്ലെങ്കിൽ തേങ്ങ കൊണ്ടുവന്ന് തേങ്ങ പറിച്ചാൽ അത് കൊണ്ടുവരാൻ ഒരാൾ വേണം. ഈ ഉദ്ദേശത്തിലൊന്നുമല്ല ഒരാൾ വിവാഹം കഴിക്കേണ്ടത്. വിവാഹം കഴിക്കുന്നതിന് 5 ഫലങ്ങളാണ് പ്രധാനമായും പണ്ഡിതന്മാരെടുത്ത് പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ വിഷയം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാ, മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പ്, സന്താനമുണ്ടാവുക. വിവാഹം കഴിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സന്താനമുണ്ടാവുക എന്നതായിരിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അത് വളരെ വിശദീകരിക്കേണ്ട വിഷയമാണ്. മറ്റൊരു ലക്ഷ്യം മനസ്സമാധാനമാണ്, മനഃശാന്തിയാണ്. വേറൊരു ലക്ഷ്യം ജീവിത ചിട്ടയാണ്. വേറെയൊന്നും പിശാചിന് വഴിപ്പെട്ട് വികാരശമനം നടത്താതെ അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ പ്രതിഫലം ലഭിക്കുന്ന വിധത്തിൽ മനുഷ്യന്റെ വികാരത്തിന് ശമനമുണ്ടാക്കുക എന്നതാണ്. വേറെയൊന്ന് ശരീരത്തിനും മനസ്സിനും അതാ നിയന്ത്രിച്ച് പഠിക്കുക, ഭരിച്ച് പഠിക്കുക തുടങ്ങിയ കുറെ വിഷയങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ പറയണമെങ്കിൽ തന്നെ 5 ദിവസം വേണം. ഇതിന്റെ ഫലങ്ങൾ പറയാൻ വേണ്ടി മാത്രം. പിന്നെ നിയമങ്ങളൊന്നും പറയാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ചുരുക്കി മാത്രം ഞാൻ ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 1ാമത്തെ വിഷയമായി വിവാഹത്തിന്റെ ലക്ഷ്യം, അതിന്റെ ഫായിദ, അതിന്റെ തത്വം, അതിന്റെ ഗുണം പറഞ്ഞിട്ടുള്ളത് സന്താനമാണ്. സന്താനം എന്ന് പറയുമ്പോൾ അതിന് 4 രൂപങ്ങൾ, സന്താന ലബ്ധി കൊണ്ട് 4 ഗുണങ്ങൾ, 4 വിധത്തിലുള്ള ഗുണങ്ങൾ മനുഷ്യൻ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമുണ്ട്. 1ാമത്തേത് മുവാഫഖത്തു മഹബ്ബത്തില്ലാഹി ബിസ്സഈ ഫീ തഹ്സീലിൽ വലദി ബിഇബ്ഖാഇ ജിൻസിൽ ഇൻസാൻ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ തൃപ്തി നേടുക. അള്ളാഹുവിന്റെ വിവാഹം നടത്തുന്നതിലൂടെ പടച്ചവന്റെ തൃപ്തി നേടുക. അതെങ്ങനെ പടച്ചവന്റെ തൃപ്തി നേടുന്നത്? ബിസ്സഈ ഫീ തഹ്സീലിൽ വലദി ബിഇബ്ഖാഇ ജിൻസിൽ ഇൻസാൻ. മനുഷ്യവർഗത്തെ ഇവിടെ നിലനിർത്തുക. അത് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു. മനുഷ്യവർഗത്തെ നിലനിർത്താൻ വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു. അങ്ങനെ മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഇവിടെ സന്താനോൽപാദനം നടക്കണം. സന്താനോൽപാദനം നടക്കണമെങ്കിൽ ഇവിടെ വൈവാഹിക ജീവിതം നയിക്കണം. അതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തിയാണ് അവൻ 1ാമതായി ഉദ്ദേശിക്കേണ്ടത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, പല ജീവികളും വർഗനാശം വന്നു പോകുന്നതിൽ സർക്കാരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിചക്ഷണരും അതുപോലെ ഉദ്യോഗസ്ഥന്മാരുമൊക്കെ വളരെയേറെ ശ്രദ്ധിക്കുകയാണ്. വർഗനാശം വന്നുപോകുന്നത് എത്രത്തോളം? മത്സ്യം പിടിക്കുന്ന സ്ഥലത്ത് പോലും ചെറിയ കുഞ്ഞുമത്തി പിടിച്ചൂടെ? കുഞ്ഞുമത്തി പിടിച്ചാൽ, അല്ലെങ്കിൽ ഇണറുള്ള മത്സ്യത്തെ പിടിച്ചാൽ അതുകൊണ്ട് വർഗനാശം വന്നു പോകുമോ എന്ന് ചർച്ച ചെയ്യുകയാണ്. അതുപോലെ നമുക്കറിയാം, എത്രയോ ജീവികൾ അതിന്റെ വർഗനാശം വന്നു പോകരുത് എന്നതിനു വേണ്ടി സർക്കാർ തന്നെ ഒരുപാട് നയങ്ങളും പരിപാടികളും രൂപീകരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമുക്കറിയാം, ഇവിടെ
പാറകൾ മുഴുവനും പൊട്ടിച്ചു പോകരുത്, വയലുകളൊക്കെയും നികത്തി പോകരുത്. അതുപോലെ ഓരോ വിഷയത്തിലും ആളുകൾ ചിന്തിക്കുകയാണ്. ഒന്നിനും വർഗനാശം വന്നു പോകരുത്. കൃഷികളാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും മത്സ്യങ്ങളാണെങ്കിലും ജീവികളാണെങ്കിലും അതൊന്നും വർഗനാശം വന്നു പോകരുത് എന്നത് വലിയ നിർബന്ധമാണ്. അതിന്റെ പേരിൽ തന്നെ നിങ്ങൾക്കറിയാം, സുബ്ഹാനല്ലാഹ്, പാമ്പിനെ പോലും കാട്ടുന്ന പോലും പിടിച്ചുകൊണ്ടുവന്ന് കൊന്നുകളഞ്ഞാൽ തെറ്റായി പോവും. പാമ്പിനെ പിടിച്ചുകൊണ്ടായാൽ വരെ കാട്ടുന്ന പാമ്പിനെ പിടിച്ചാൽ അത് വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഓരോ ജീവികൾക്കും, പാമ്പിനെ വരെ. അങ്ങനെയാണല്ലോ ലോകം ചിന്തിക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തേ മനുഷ്യന്റെ വർഗനാശം ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ പോലെ ചെലവാക്കുന്നത്? അതായത് എല്ലാ ജീവികളും വർഗനാശം വന്നു പോകുന്നതിലാണ് സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പക്ഷെ മനുഷ്യന്മാര് മാത്രം വർഗനാശം ഉണ്ടാകാൻ വേണ്ടി എന്തൊക്കെ പദ്ധതികളാണുള്ളത്, അതിന് എത്ര ആനുകൂല്യങ്ങളാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ ഓപ്പറേഷനാണ് നടത്തേണ്ടത്, ഒക്കെ ഫ്രീ. എന്താ ഈ മനുഷ്യന് മൃഗങ്ങളെക്കാൾ ഇത്ര വലിയ അധപ്പതനം സംഭവിച്ചത്? എപ്പോഴാണ് മനുഷ്യൻ പാമ്പിനേക്കാൾ അധപ്പതിച്ചത്? എപ്പോഴാണ് മനുഷ്യൻ കുരങ്ങിനേക്കാൾ അധപ്പതിച്ചത്? എപ്പോഴാണ് മനുഷ്യൻ മറ്റ് മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചത്? ഇതിന്റെ മറുപടി ബുദ്ധിയുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതാ. മനുഷ്യനല്ലേ ഇവിടെ വർഗനാശം വരാതെ നിലനിൽക്കേണ്ടത്? മനുഷ്യനല്ലേ ഏറ്റവും ഉന്നതമായ ജീവി? ആ മനുഷ്യന് വേണ്ടി അല്ലേ ലോകം മുഴുക്കെ സൃഷ്ടിക്കപ്പെട്ടത്? അല്ലെന്ന് പറയാനൊക്കുമോ? മനുഷ്യന് വേണ്ടിയല്ല ലോകം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ആർക്കെങ്കിലും പറയാനൊക്കുമോ? ചോദിക്കട്ടെ, പശുവിന്റെ പാല് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ സ്വന്തം കുട്ടിക്ക് കൊടുക്കാതെ സ്വന്തം കുട്ടി കുടിക്കുമ്പോ ആ കുട്ടിയെ അക്രമമായി പിടിച്ചുകെട്ടി പാല് കറന്നെടുത്ത് കൊണ്ടുവന്ന് കുടിക്കുന്നവനല്ലേ സർവ്വ മനുഷ്യൻ? അതുപോലെ മത്സ്യം പിടിച്ചുകൊണ്ടുവന്ന് തിന്നുന്നവരല്ലേ സർവ്വ മനുഷ്യരും? ചോദിക്കട്ടെ, ഇൻഡോസൾഫാൻ പറ്റുമോ ഇല്ലേ എന്ന് വലിയ ചർച്ചയുണ്ട്. അതിനെ നമ്മൾക്ക് സ്വാഗതം ചെയ്യുന്നതില്ല. മനുഷ്യനാശത്തിന് കാരണമാകുമെങ്കിൽ ഒരു സാധനത്തെയും നമ്മൾ സ്വാഗതം ചെയ്യുകയില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൃഷിയിടങ്ങളിൽ എത്രയോ കീടനാശിനികൾ ഉപയോഗിച്ച് പുഴുക്കളെ കൊല്ലുന്നു, കീടങ്ങളെ നശിപ്പിക്കുന്നു. അതുപോലെ ആട്ടിനെ അറുത്ത് തിന്നുന്നു, കോഴി അറുത്ത് തിന്നുന്നു. ഇവിടെയൊക്കെ മനുഷ്യന്റെ ന്യായമെന്താണ്? മനുഷ്യന്റെ ന്യായം സർവ്വജീവികളെയും, പശുവിനെയും പാലിനെയും അതേ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ. മനുഷ്യ നന്മക്കാണ് മുഴുവൻ വസ്തുക്കളും. അതുകൊണ്ട് മനുഷ്യ തിന്മക്കുള്ള വസ്തുക്കളെ നശിപ്പിക്കാം, മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി മത്സ്യം പിടിക്കാം, മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി പശുവിന്റെ പാല് കറന്നെടുക്കാം എന്നതിൽ ഒരു മനുഷ്യനും ഒരു പാർട്ടിക്കാരനും ഒരു മതക്കാരനും തർക്കമില്ലല്ലോ. അപ്പോൾ ചോദിക്കട്ടെ, മനുഷ്യന് വേണ്ടിയാണ് മുഴുവൻ സൃഷ്ടികളുമെങ്കിൽ ഇനിയും അതിന്റെ തെളിവ് ഞാൻ പറയേണ്ടതില്ല. പല പ്രസംഗങ്ങളും ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. വലിയ ആന മനുഷ്യന് അധീനപ്പെടുന്നുണ്ട്, മനുഷ്യന് വഴിപ്പെടുന്നുണ്ട്. സിംഹത്തെ മനുഷ്യൻ വളർത്തുന്നുണ്ട്, പാമ്പിനെ മനുഷ്യൻ വളർത്തുന്നുണ്ട്. എല്ലാ ജീവികളും മനുഷ്യന് അധീനപ്പെടുന്നുണ്ട്. കാരണം മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി. മനുഷ്യന് വേണ്ടിയാണ് മുഴുവനും എന്നതുകൊണ്ടല്ലേ മനുഷ്യന് വഴിപ്പെടാത്ത ഒരു ജീവിയുമില്ല, മനുഷ്യന് ഉപകാരം ലഭിക്കാത്ത ജീവികളില്ല. എല്ലാം മനുഷ്യന് വേണ്ടി. എന്നാൽ ചോദിക്കട്ടെ, ഈ ചെറിയ കുട്ടി, പശുവിന്റെ പാല് കുടിക്കുന്ന കുട്ടിയെ പിടിച്ചു മാറ്റി മനുഷ്യൻ പാല് കറന്നെടുക്കുന്ന അക്രമമാണെന്ന് ആരും പറയുന്നില്ല. കാരണം ആ പാലും പശുവും മനുഷ്യന് വേണ്ടിയാണ്. എങ്കിൽ മനുഷ്യനല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി? ആ മനുഷ്യന് വിലയില്ലയോ? ആ മനുഷ്യന്റെ വംശനാശം സംഭവിക്കാതെ മനുഷ്യന് ധാരാളം വർധനവുണ്ടാകേണ്ടതില്ലയോ? അതിനാൽ മനുഷ്യന്റെ വംശത്തിന് നാശം വരുത്തുന്ന ഏർപ്പാട് ശാസ്ത്രീയമല്ല, ബുദ്ധിപരമല്ല, ചിന്തയുള്ളവൻ അനുയോജ്യമായ വിഷയമല്ല. മനുഷ്യവംശം ഇവിടെ നിലനിൽക്കണം. ആ മനുഷ്യവംശം നിലനിൽക്കാൻ വേണ്ടി ലോകസത്താവ് നിശ്ചയിച്ച ഒരു കാര്യമാണ്, അതിന്റെ ഉപാധിയാണ്, അതിന്റെ മാർഗമാണ് വിവാഹം. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുക എന്നത് സത്താവായ റബ്ബിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി, സന്താനത്തിന് വേണ്ടിയാകണം വിവാഹം. ഇനി ഞാൻ പറയട്ടെ, അങ്ങനെ വരുമ്പോൾ ഈ സന്താനം അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന സന്താനം
ആ സന്താന ലബ്ധിക്ക് വേണ്ടി വിവാഹം കഴിക്കുമ്പോൾ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള വിവാഹം, അതിന് വലിയ പ്രതിഫലം അല്ലാഹു നൽകുന്നു. അതിനാൽ വിവാഹത്തിന്റെ ഒരു ലക്ഷ്യം വർദ്ധനവിലൂടെ, സന്താന ലബ്ധിയിലൂടെ മനുഷ്യവർഗത്തെ നിലനിർത്തുകയെന്ന പടച്ച റബ്ബിന്റെ ഇഷ്ടമുള്ള കാര്യത്തിൽ ഞാനും പങ്കുവഹിക്കുന്നു, ഞാനും വിവാഹം കഴിക്കുന്നു. ഈ ലക്ഷ്യത്തോടെ വിവാഹം കഴിക്കുന്നവന് വിവാഹം പടച്ച റബ്ബിന്റെ അടുക്കൽ ഒരു വലിയ പുണ്യകർമ്മമാകുന്നു. അതിനു വേണ്ടിയാകണം വിവാഹം. ഒന്ന്. രണ്ടാമത്തത് തലബു മഹബ്ബത്തി റസൂലില്ലാഹി ഫീ തക്സീരി മൻ ബിഹി മുബാഹാതുഹു. ഒന്നാമത്തത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തിക്ക് വേണ്ടി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ സ്നേഹം അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, വല്ലദീന ആമനൂ അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ള മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. അതേ രണ്ടാമതായി ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തം ശരീരത്തെക്കാൾ ഈമാനുള്ള മനുഷ്യർക്ക് ബന്ധമുള്ള വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നെ ചീത്ത പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമല്ല, അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. എന്നെ നിന്ദിച്ചാൽ എനിക്ക് പ്രശ്നമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിച്ചാൽ എനിക്ക് പ്രശ്നമാണ്. അതേ, എന്നെ ചീത്ത പറഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല, അല്ലാഹുവിനെ കുറ്റം പറഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്. അങ്ങനെയാണ് ഏതൊരു ഈമാനുള്ള മനുഷ്യനും അവന്റെ മനസ്സിലേറ്റവും സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ്. അവിടെയാണ് ഈമാനിന്റെ മധുരം. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. ഈമാനിന്റെ മധുരമെത്തിക്കാൻ 3 കാര്യം വേണം. അതിലൊന്ന് യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കണ്ടില്ലേ, ഏറ്റവും സ്നേഹം അല്ലാഹുവിനോടും റസൂലിനോടുമാകണം. അപ്പൊ വിവാഹം കഴിക്കുന്നതിന്റെ രണ്ടാമത്തെ ലക്ഷ്യം അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലാകണം. അതെങ്ങനെ? ഞാൻ ഒരു ഭാര്യയെ, ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കൽ എങ്ങനെയാകുന്നത്? അതെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിമാനിക്കുന്ന വിഷയം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിമാനിക്കുന്ന വിഷയം എന്താ? ഇവിടുന്ന് പറഞ്ഞില്ലേ, തനാകഹു തനാസലു, തനാകഹു തനാസലു. നിങ്ങൾ വിവാഹം കഴിക്കുവീൻ, നിങ്ങൾ സന്താനോൽപാദനം നടത്തുവീൻ. അതേ, വേറെയും പല ഹദീസുകളും അവിടുന്ന് നിർദ്ദേശം നൽകി. എന്നിട്ട് അവിടുന്ന് എന്ത് പറഞ്ഞു? നാളെ പടച്ച റബ്ബിന്റെ അടുക്കൽ ലോകത്തുള്ള മുഴുവൻ സമൂഹവും ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് സർവ പ്രവാചകന്മാരും അവരനുയായികളും വരുമ്പോൾ ഇനിയുബാഹീദിക്കുമുൽ ഉമം, നിങ്ങൾ മുഖേന ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ അതാ മറ്റ് അമ്പിയാക്കളോടുകൂടെ ഹാജരാക്കപ്പെടുന്ന ദിവസം ഞാൻ അഭിമാനം കൊള്ളും. എന്റെ സമുദായത്തിന്റെ വർദ്ധനവ് കാണിച്ച് ഞാൻ അഭിമാനം കൊള്ളും. അതിനാൽ ഓ മുസ്ലിം സഹോദരന്മാരെ, മുസ്ലിം സഹോദരിമാരെ, ചോദിക്കട്ടെ, ഞാൻ മുഖേന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ്, എന്റെ സർവ നന്മക്കും നിമിത്തമായ നേതാവ് അല്ലേ, സർവ നന്മകളും കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്, സംശയമില്ല. പടച്ചവനല്ലാതെ സ്വന്തമായി ഒന്നുമില്ല, അധികാരമില്ല, അതുപോലെ തന്നെ ഒന്നുമില്ല. കാരണം ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്നവൻ, സൃഷ്ടിക്കുന്നവൻ അല്ല മാത്രമേ ഉള്ളൂ. അല്ലയല്ലാതെ ആർക്കും ഒന്നും കൊടുക്കാനോ തടയാനോ സ്വന്തമായി അധികാരമില്ല. അതേ സമയത്ത് ലോകത്ത് അല്ലാഹു തആല പല കാര്യങ്ങളും കൊടുക്കുന്നത് പലരും മുഖേനയാണ്. മലക്കുകൾ മുഖേന മഴ കിട്ടുന്നു, മലക്കുകൾ മുഖേന ഭക്ഷണം ലഭിക്കുന്നു, മലക്കുകൾ മുഖേന കാറ്റ് ലഭിക്കുന്നു.
ഇടിയെടുക്കുന്നു, മലക്കുകൾ മുഖേന റൂഹ് ഊതുന്നു, മലക്ക് മുഖേന റൂഹ് പിടിക്കുന്നു, മലക്ക് മുഖേന കാവൽ നൽകുന്നു, മലക്ക് മുഖേന പലതും അല്ല ചെയ്യുന്നു. അതിനൊക്കെ ഖുർആൻ സാക്ഷിയാണ്. ഖുർആനിൽ അല്ല പറഞ്ഞതല്ലേ വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരുപാട് പരിശുദ്ധാത്മാക്കളുണ്ട്, അവരെ തന്നെയാണ് സത്യമെന്ന് അല്ല സത്യം ചെയ്തില്ലേ. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാന അല്ലാഹു അലീമൻ ഹകീമ. പടച്ചവന് സൈന്യങ്ങളായി പ്രവർത്തിക്കുന്ന ധാരാളം മഹാത്മാക്കളുണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ലേ. ആകാശത്തിലുമുണ്ട് ഭൂമിയിലുമുണ്ട് പടച്ചവന്റെ സൈന്യങ്ങളായി പ്രവർത്തിക്കുന്ന മഹാത്മാക്കളുണ്ട്. അത് ഖുർആൻ പറഞ്ഞതാണ്. അത് വിശ്വസിക്കാതെ ഒരു മുസ്ലിമിന് നിവൃത്തിയില്ല. അങ്ങനെ അല്ലാഹു തആല ഭൗതികമായും അഭൗതികമായും ഒരുപാട് നിമിത്തങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിമിത്തങ്ങൾ മുഖേനയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ സർവ നന്മയുടെയും നിമിത്തമായി അല്ലാഹു തആല സൃഷ്ടിച്ച് നമുക്ക് സർവ സൃഷ്ടികൾക്കും കാരുണ്യമായി വെച്ച ഒരേ ഒരു നേതാവാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഒരൊറ്റ മുസ്ലിമും അമുസ്ലിമും, ഒരു മനുഷ്യനും മലക്കും ഒരു ജിന്നും, ഒരു ഇഴജന്തുവും ഒരു ജന്തുവും, ഒരു ഉറുമ്പും ഒരു ആനയും, ഒരു മത്സ്യവും ഒരു സസ്യവും ഒഴിവാക്കാത്ത വാചകം ഖുർആൻ പറയുന്നു. സർവ സൃഷ്ടികൾക്കും അനുഗ്രഹമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തേ കാരണം? സർവ സൃഷ്ടികളെയും സൃഷ്ടിച്ച് കാര്യങ്ങൾ കൊടുക്കുന്ന രാജാവ് അള്ളയാണ്. പക്ഷേ അത് മുഴുവനും എത്തിച്ചു കൊടുക്കുന്ന അതാ മധ്യവർത്തിയായി നിമിത്തമായി അതേ സർവ നന്മയുടെയും താക്കോല് നൽകപ്പെട്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് എന്റെ ഭാഷയല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, മഫാത്തിഹ ഖസാഇനിൽ അർളി, ഭൂമിയിലുള്ള മുഴുവൻ സ്റ്റോറുകളെ താക്കോലുകളും എനിക്ക് നൽകപ്പെട്ടു. ഏത് നന്മാർക്ക് ലഭിക്കുന്നുണ്ടോ അതിന് പടച്ച റബ്ബിന്റെ ഏത് സ്റ്റോറുകളുണ്ടോ അത് മുഴുവനത്തിന്റെ താക്കോലുകളും എന്റെ കയ്യിലാണ് കേട്ടോ. അവിടുന്ന് മറ്റൊരു ഹദീസിൽ പറഞ്ഞില്ലേ, ചെറുപ്പക്കാരെ, അതേ ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു യുതി, ഏത് കാര്യവും കൊടുക്കുന്ന രാജാവ് അള്ളയാണ്, ഞാൻ വിതരണം ചെയ്യുന്നവനാണ്. അങ്ങനെ നമുക്ക് സർവ നന്മയുടെയും നിമിത്തമായ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ മുഖേന അഭിമാനിക്കാൻ ഒരവസരം ലഭിക്കുന്നു. എവിടെ? ലോക ജനങ്ങൾ മുഴുവനും സംഗമിക്കുന്ന പാരത്രിക ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ മുഖേന അഭിമാനിക്കാൻ ഒരവസരം അത് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സന്താനങ്ങൾ വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തനാകഹു തനാസലു, നിങ്ങൾ വിവാഹം കഴിക്കുകയും നിങ്ങൾ സന്താനോൽപാദനം നടത്തുകയും, ഫൈന്നി ഉബാഹി ബികുമുൽ ഉമം, ഞാൻ നിങ്ങൾ മുഖേന ഞാൻ അഭിമാനം പറയും, എനിക്ക് കൂടുതൽ അനുയായികളുണ്ടെന്ന് അഭിമാനിക്കാൻ കഴിയും.